ഇതൊരു ക്ലാസ് എന്ന രീതിയിലല്ല, മറിച്ച് എന്തായാലും നമ്മുടെ ലോക്കോൺ സംഘടിപ്പിച്ചിട്ടുള്ള 28-ാം തീയതിയിലെ പരിപാടിയുടെ ആമുഖം എന്ന തലത്തിലൊരു കൂട്ടം കൂടൽ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായും 28-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ ഈ ആന്റി സൂപ്പർസിഷ്യസ് ബില്ലിനെ സംബന്ധിച്ചുള്ള വലിയ ചർച്ച നമ്മൾ നടത്താൻ വേണ്ടി പോവാണ്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിലെ 51A(h) പ്രകാരം വെച്ച് പറയുന്നത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക എന്ന പൊതുതത്വം, ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം എന്ന ഭരണഘടന നിർദ്ദേശക തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരേണ്ട ആ റിഫോർമേറ്റീവ് ഐഡിയാസിനെ സംബന്ധിച്ച്, പുനരുദ്ധാരണ അല്ലെങ്കിൽ നവോത്ഥാന ആശയങ്ങളെ സംബന്ധിച്ചുള്ള വലിയൊരു ചർച്ച നടക്കാൻ വേണ്ടി പോവാണ്. തീർച്ചയായും ജസ്റ്റിസ് വി.ജി. അരുണും അതുപോലെ തന്നെ NN കുമാറും നല്ല നിങ്ങൾക്ക് വളരെ ത്രോട്ട് പ്രോവോക്കിംഗ് ആയിട്ടുള്ള, ചിന്തോദ്ദീപകമായിട്ടുള്ള നിങ്ങളുടേതായ ആശയങ്ങൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന 2 നല്ല ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അത് പറയുമ്പോൾ നമ്മളിപ്പോ പുതിയൊരു നിയമത്തിന് വേണ്ടി അല്ലെങ്കിൽ പുതുതായി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരേണ്ട നിയമത്തെ സംബന്ധിച്ച് നിർദ്ദേശക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നിലവിലുള്ളവ തന്നെ വേണ്ടത്ര സുരക്ഷിതമല്ല എന്ന ഒരു അറിവ് കൂടി എന്ന ഒരു പശ്ചാത്തലം കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്ക് പൊതുവെ ഭരണഘടനാ മൂല്യങ്ങൾ നേരിടുന്ന ഭീഷണിയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുന്നത്. അതായത് നിലവിലുള്ള ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും നിയമങ്ങളും അതേ തരത്തിൽ തന്നെ പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ടാണ് പുതിയൊരു നിയമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തുടരുന്നത് എന്ന യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ശാസ്ത്ര പ്രവർത്തകരെന്ന നിലയിൽ ആ സമകാലിക യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചില സൂചകങ്ങൾ നൽകാം എന്നാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എന്റെ വാക്കുകൾ ആമുഖമായി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ആമുഖം അവതരിപ്പിക്കുന്നതോടുകൂടി ഒരുപക്ഷെ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതോടുകൂടി തീർച്ചയായും അതിനേക്കാളേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് അല്ലെങ്കിൽ ഈ കൂട്ടായ്മയോട് എന്നോടൊപ്പമുള്ള ഈ കൂട്ടായ്മയിൽ പങ്കുവെക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിലവിൽ നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്തെ ഏത് നിലവിലുള്ള നിയമവും ഭരണഘടനാനുസൃതവും ഭരണഘടനയുടെ ചുവട് പിടിച്ചും രൂപപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടന എന്നത് എങ്ങനെ രൂപപ്പെട്ടു എന്നും അതിന്റെ ചരിത്രമൊക്കെ നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ലോ സ്റ്റുഡൻസ് എന്നുള്ള തരത്തിൽ 1 or 2 പേപ്പറൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി അടക്കം പഠിച്ചിട്ടുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 2 നൂറ്റാണ്ട് നീണ്ട സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ അല്ലെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ നമ്മുടെ മുൻഗാമികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങളുടെ അല്ലെങ്കിൽ ഡിമാൻഡുകൾ, നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, ആവശ്യങ്ങൾ, അത് അംഗീകരിക്കപ്പെട്ട അതിന്റെ അടിസ്ഥാനത്തിൽ നേടിയെടുക്കപ്പെട്ട അവകാശങ്ങൾ ഉൾക്കൊണ്ടതാണ് ഇന്ത്യൻ ഭരണഘടന. നമുക്കറിയാവുന്ന നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധതയെ കുറിച്ച്, അതായത് വൈദേശവൽക്കരണത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തി. അതിന്റെ ഭാഗമായി നമ്മുടെ സോവറിനിറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ഉള്ള ശബ്ദം ഉയർത്തി, അത് ഇതിനകത്ത് ഉൾപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ തൊഴിലെടുക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ചൊക്കെ അന്ന് ജാതി ജന്മി മേധാവിത്വം നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ പരിസ്ഥിതിയിൽ സാധാരണ മനുഷ്യന് മനുഷ്യാവകാശങ്ങളോടുകൂടി, മനുഷ്യ അന്തസ്സോടുകൂടി ജീവിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന തരത്തിലുള്ള ആവശ്യങ്ങളാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി മുന്നോട്ട് വച്ചിരുന്നത്. കേവലമായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധത അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്നതിനോടൊപ്പം തന്നെ ജാതി ജന്മവിരുദ്ധ പോരാട്ടങ്ങളും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളോടൊപ്പം തന്നെ ജാതി ജന്മവിരുദ്ധ പോരാട്ടങ്ങളും അതുപോലെ ലിംഗതുല്യതയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടന്നു. അതൊക്കെ തന്നെ
ഉൾച്ചേർക്കുന്ന ഒരു ബേസിക് സ്ട്രക്ചർ കൂടിയിട്ടുള്ള ഭരണഘടനയാണ് നമുക്ക് മുന്നിലേക്ക് വന്നത്. അതിന്റെ ചരിത്രക്കുറിച്ച് ഞാൻ പറയുന്നില്ല. തീർച്ചയായും നവോത്ഥാന മൂല്യങ്ങളായി ലോകത്തുയർന്നു വന്ന മനുഷ്യാവകാശങ്ങളും പൗരധർമ്മങ്ങളും ഒക്കെ തന്നെ സ്വാംശീകരിച്ച് രൂപപ്പെടുത്തിയതാണ്. LLB സ്റ്റുഡൻസ് പറയും ഈ അതിന്റെ പെക്യുലിയാരിറ്റി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സാലന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു എസ്സേ എഴുതാൻ വേണ്ടി എങ്കിലും പഠിച്ചിട്ടുണ്ടാവും. അത് എവിടെ നിന്നൊക്കെ ഏതൊക്കെ മൂല്യങ്ങൾ എവിടെതെല്ലാം രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്തു അല്ലെങ്കിൽ അതിൽ നിന്ന് പകർത്തി എഴുതി എന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് വിശദീകരിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ ഭരണഘടന എന്നത് ഭൂതകാലത്തിന്റെ തുടർച്ചയാണ്, ഇന്നലകളിൽ നാം നടത്തിയ പോരാട്ടങ്ങളുടെ തുടർച്ചയാണ്. എന്നാൽ ഭാവിയിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പാണ്. എന്താണ് ഉറപ്പ്? ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം, മനുഷ്യനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അത്തരത്തിലുള്ള ഉറപ്പും ആണ് ഇന്ത്യൻ ഭരണഘടന. എന്താണ് ഭരണഘടന എന്ന് നമുക്കറിയാം. ഏതൊരു രാഷ്ട്ര സംവിധാനത്തിന് കീഴിലാണോ നമ്മുടെ രാജ്യം നിലനിൽക്കേണ്ടത്, ആ സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടനയുടെ വിശദാംശങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം ഏതൊരു രാജ്യത്തിന്റെയും ഭരണഘടന. ഏത് രാഷ്ട്ര സംവിധാനത്തിന്റെ കീഴിലാണോ നാം നിലനിൽക്കേണ്ടത് എന്നത് കൃത്യമായി ആ സംവിധാനം ഏത് തരത്തിലുള്ള സംവിധാനമാണ് എന്ന വിശദാംശനം നടത്തുന്നതാണ് ആ രാജ്യത്തിന്റെ ഭരണഘടന. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിലും വളരെ ഘടനാപരമായിട്ടുള്ള വിശദീകരണമുണ്ട്. എന്താണ് നമ്മുടെ ഘടനാപരമായിട്ടുള്ള വിശദീകരണം? ഞാൻ പറയുന്നില്ല. സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും നീതി ലഭ്യമാക്കുന്ന ഇക്വാളിറ്റി ഓഫ് ലോ ആൻഡ് ഈക്വൽ ജസ്റ്റിസ്, അതാണ് നമ്മുടെ ഭരണഘടനയുടെ ഘടനാപരമായിട്ടുള്ള വിശദീകരണം. അതുപോലെ തന്നെ ഭരണകൂടം, അതിന്റെ നിയമനിർമ്മാണ സഭ, അതിനെ സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങൾ, മുഖ്യ ഘടകങ്ങളെ അതൊക്കെയാണ്. അതിന്റെ വിവിധ ഭരണകൂടത്തിന്റെ വിവിധ ഘടകങ്ങൾ നിങ്ങൾക്കറിയാം. ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ്. അത് തമ്മിലുള്ള അധികാര വിഭജനം, ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം, പരസ്പര ബന്ധം, ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് മാത്രം ഞാൻ അതിന്റെ ആമുഖ അവതരണം എന്ന രീതിയിലേക്ക് നമുക്ക് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുള്ളവർ എല്ലാവരും പറയും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്നത് ഭരണഘടനയുടെക്കുള്ള തുറക്കാനുള്ള താക്കോലാണ്. അത് കഴിയുമ്പോൾ ആമുഖം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വീടിലേക്ക് അത് തുറക്കുന്ന പൂമുഖത്തിൽ നിന്ന് അതൊന്ന് തുറന്നു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ വിഷയങ്ങളും മനസ്സിലാകും എന്നതുപോലെ തന്നെ അവിടെ അതിന്റെ താക്കോലാണ്, എന്താണെന്ന് അറിയാനുള്ള താക്കോലാണ് ആമുഖ വാചകങ്ങൾ. അതുപോലെ തന്നെ ആമുഖത്തെ സംബന്ധിച്ച് എനിക്കൊന്ന് PM ബക്ഷി, തെറ്റാണ് പറയുന്നത്, ഞാൻ ബക്ഷിയാണെന്ന് തോന്നുന്നു, പ്രശസ്ത കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിറ്റിസിസം നടത്തുന്ന ഭരണഘടനാ വിദഗ്ധൻ പറഞ്ഞിട്ടുള്ളത്, പ്രിയാമ്പിൾ ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റെസ്റ്റ് ഈസ് ഫുട്നോട്ട്സ്. ബാക്കിയെല്ലാം യഥാർത്ഥത്തിൽ പ്രിയാമ്പിളിലെ വാചകങ്ങളാണ് ഭരണഘടന. ബാക്കി അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതെല്ലാം ഫുട്നോട്ട്സ് ആണ്, അതൊക്കെ വിശദീകരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ വാചകങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഭരണഘടനാ മൂല്യങ്ങളുടെ അപകടങ്ങളെ കുറിച്ച്, ത്രെട്ടിനെ സംബന്ധിച്ച്, ഭീഷണിയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഭരണഘടനയുടെ ആമുഖ വാചകങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ള മൂല്യങ്ങളുടെ ഭീഷണിയെ കുറിച്ച് അറിയുമ്പോൾ അതിന്റെ ബേസിക് ഐഡിയാസ്, പ്രിലിമിനറി ആയിട്ടുള്ള പ്രാഥമികമായ ധാരണ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് മാത്രമേ കടക്കുന്നുള്ളൂ. നമുക്കറിയാം ആമുഖ വാചകങ്ങൾ എന്താണ്. ഞാൻ വളരെ സ്പീഡിൽ പോകുന്നത് വേറൊന്നുമല്ല, വളരെ ചെറിയ സമയം കൊണ്ട് ഞാനിത് പറഞ്ഞ ശേഷം എന്നോടൊപ്പം നിങ്ങൾ പല തലത്തിലുള്ള ആളുകളാണ്. അവർ കൂടി അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഉദ്ദേശിച്ച ഫലം ലഭ്യമാകുന്നത്. എനിക്ക് നിങ്ങളിൽ നിന്നും, നിങ്ങൾക്ക് എന്നിൽ നിന്നും, അല്ലെങ്കിൽ പരസ്പരവും നമുക്ക് കൊടുക്കൽ വാങ്ങലുകൾ നടക്കുമ്പോഴാണ് നമ്മളുടെ അറിവിന്റെ മേഖലയും താല്പര്യങ്ങളും വികസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനൊരു സ്ലോട്ട് കൂടെ ഉണ്ടാവണം. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ജനാധിപത്യ മൗലിക പൗരാവകാശങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, നിർദ്ദേശക സത്യങ്ങൾ, പൗരധർമ്മങ്ങൾ, ഫെഡറൽ സ്വഭാവം, ഫ്രീ ഫെയർ ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ക്യാബിനറ്റ് ഭരണക്രമം, പാർലമെന്ററി സംവിധാനം, അതന്നെ പ്രായപൂർത്തി വോട്ടവകാശവും അധികാര വികേന്ദ്രീകരണം,
ഒക്കെ തന്നെ എന്താണ് വളരെ ആധികാരികമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ, ആ സവിശേഷതകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അടിസ്ഥാന മൂല്യങ്ങളെ പരിശോധിക്കുന്നതിന് മാത്രമേ ഞാൻ ഈ സമയം എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖം നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിയേ. എന്താണ്? ഇത് പീപ്പിൾ ഓഫ് ഇന്ത്യ ആമുഖ വാചകം എല്ലാവരും മനസ്സിലൊന്ന് വായിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ എന്റെ കയ്യിൽ വലിയ തടിച്ച പുസ്തകമേ ഉള്ളൂ, ചെറിയ പുസ്തകമൊന്നും ഇല്ല. അപ്പോ അതിനകത്ത് എന്താണ്, നിങ്ങളെല്ലാം കാണാപ്പാഠം പഠിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ പറഞ്ഞാൽ നമുക്കറിയാം. പ്രാരംഭത്തിൽ തന്നെ എന്താണ് നമ്മള് ഈ ഓരോന്നിന്റെയും ആമുഖവാചകം പറഞ്ഞിട്ടുള്ളത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് തുടങ്ങുന്നത്. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all citizens justice, liberty, equality, fraternity. Justice in the sense social, economic, political, liberty of thought, expression, belief, faith and worship, equality of status and opportunity, and to promote among them all. Then fraternity, assuring the dignity of individual and the യൂണിറ്റി, ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. ഇത്രയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഹിയർ ബൈ അഡോപ്റ്റ്, ഞാൻ അത് വിടുന്നു. അപ്പൊ നോക്ക്, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. എന്തിനാ? ടു സെക്യൂർ ആൾ സിറ്റിസൺസ്, എല്ലാ മനുഷ്യർക്കും ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവ ലഭ്യമാക്കുന്നതിനായി നമ്മൾ എങ്ങനെ സംവിധാനം ചെയ്തിരിക്കുന്നു? ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, സോവറൈൻ, സോഷ്യലിസ്റ്റ്, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 4-5 കാര്യങ്ങൾ, സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഈ 5 കാര്യങ്ങളെ സംബന്ധിച്ച് 5 മിനിറ്റ് എടുത്ത് ഞാൻ പറയാമെന്നാണ് ഉദ്ദേശിച്ചത്. അത് മാത്രം, മറ്റൊന്നും പറയേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് ഒരു ചെറിയൊരു ഓൺലൈൻ സെഷനിലൂടെ ഞാൻ മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഹിയർ ദെൻ പരമാധികാരം, ഇന്ത്യയുടെ എന്താണ് സോവറൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ സോവറൈൻ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇന്ത്യയുടെ പരമാധികാര രാഷ്ട്രം എന്നാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. ഇന്ത്യയുടെ പരമാധികാരം അണ്ടർ ത്രെട്ട് ആണെന്ന് ഞാൻ പറയുന്നു. എത്ര ആളുകൾ എന്നോടൊപ്പം ചേരുന്നു? ഞാനത് വലിയ വിശദീകരണങ്ങളിലേക്ക് നടത്തുന്നില്ല. പരമാധികാരത്തെ ഇന്ത്യയുടെ തീരുമാനങ്ങൾ, ഇന്ത്യയുടെ കാര്യത്തിലെല്ലാം പരമാധികാരം ഉണ്ടായിരിക്കും എന്നതാണ് നാം ഭരണഘടനയിലൂടെ പറഞ്ഞു വെച്ചത്. പക്ഷേ ഇപ്പോ നമ്മുടെ ആ സോവറിനിറ്റി അപകട മീൻസ് ഭീഷണി നേരിടുന്നു എന്നതാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. മുമ്പ് ഇന്ത്യയിലെ ഏറെ സെൻസിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിസ്കഷൻസ് നോക്കിയാലും അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ, കാലഘട്ടത്തിലേക്ക് വന്നാലും, ഇന്ത്യ ഒരുപക്ഷെ ഗാന്ധിയൻ കാലഘട്ടത്തിലേക്ക് വന്നാലും, നെഹ്റുവിൻ കാലഘട്ടത്തിലേക്ക് വന്നാലും, ഇന്ത്യയുടെ പരമാധികാരത്തെ പരമാവധി കാത്തുസൂക്ഷിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളായിരുന്നു ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഭരണകൂടം ഇൻ ദ സെൻസ് എല്ലാം കൂടെ ചേർത്തത്. ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനത്തെ പൊതുവിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 90കളുടെ അവസാനം, 80കളുടെ ആദ്യം തുടങ്ങി 80കളുടെ അവസാനത്തോടുകൂടി അല്ലെങ്കിൽ 90കളുടെ ആദ്യത്തോടുകൂടി വന്ന നവലിബർ നയങ്ങളുടെ ഭാഗമായി ആ സോവറിനിറ്റിയിൽ, ആ പരമാധികാരത്തിൽ വെള്ളം ചേർക്കുന്നതിന് ഇന്ത്യൻ ഭരണാധികാരികൾ തയ്യാറായി. കാരണം അന്തർദേശീയ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ അന്തർദേശീയ ഇടപെടലുകളുടെ ഭാഗമായി, അന്തർദേശീയ കരാറുകളിൽ ഏർപ്പെടുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുടെ പരമാധികാരത്തെ അടിയറവെക്കാൻ ഇന്ത്യൻ ഭരണാധികാരികൾ ശ്രമിച്ചു തുടങ്ങി. മൻമോഹൻ സിംഗിന്റെ കാലത്ത് നിന്ന് തുടങ്ങി അത് ഇങ്ങോട്ടേക്ക് വന്നപ്പോ, നരസിംഹറാവുവിന്റെ കാലത്ത് തുടങ്ങി മൻമോഹൻ സിംഗിന്റെ കാലത്ത് വന്നപ്പോ കുറച്ചുകൂടി വലുതായി. ഇപ്പോ വന്ന ഗവൺമെന്റ് ഇപ്പോ നിലവിലുള്ള 2014 ശേഷം അധികാരത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റ് ഭാഗമായപ്പോ അത് കുറച്ചുകൂടി പരമാധികാരത്തെ അടിയറ വെക്കുന്ന തലത്തിലേക്ക് മാറി.
കാരണം ഇതിനു മുമ്പ് നമ്മൾ അന്തർദേശീയ കരാറുകൾ ഉൾപ്പെടുത്തിയിരുന്നു. കാരണം എന്താ? അത് ഇന്ത്യയുടെ പരമാധികാരത്തെ ബാധിക്കുന്നതല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന് ശേഷം ഒരുപാട് കരാറുകളിൽ, അന്തർദേശീയ കരാറുകളിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചേരിചേരാ നയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുപാട് കരാറുകൾ ഇന്റർ ILOയുടെ കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഏറ്റവും പ്രധാനമായി നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാവുന്നത് സീഡ, കൺവെൻഷൻ ഓൺ all convention on all discrimination, all elimination of all discrimination against women 75-ൽ തന്നെ സീഡോ വന്നു. 79-ൽ ഇന്ത്യ സിഗ്നിറ്ററി ആയി. അതിനകത്ത് ഉണ്ടായിരുന്ന ആ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോൾ അതിന്റെ സിഗ്നിറ്ററി ആവുകയും സബ്സിക്വന്റ് അത് റാറ്റിഫൈ ചെയ്യുകയും ചെയ്യുമ്പോൾ അതൊക്കെ ഹ്യൂമൻ ഡെവലപ്മെന്റിന്, മനുഷ്യ വികാസത്തിന്, അന്തസ്സോടുകൂടിയ മനുഷ്യന്റെ വികാസത്തിന് വേണ്ടിയിട്ടുള്ള കരാറുകളിലായിരുന്നു നമ്മൾ ഒപ്പുവെച്ചിരുന്നത്. അതുപോലെ തൊഴിലാളിയുടെ അന്തസ്സിനെ ഹനിക്കാത്ത, തൊഴിലാളികളുടെ അന്തസ്സിനെ, ഡിഗ്നിറ്റിയെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള കരാറുകളിലായിരുന്നു മുമ്പ് ഒപ്പിച്ചിരുന്നെങ്കിൽ, നെഹ്റുവിന്റെ കാലത്ത്, ഈവൻ ഇന്ദിരയുടെ കാലത്ത് ഒപ്പുവെച്ചിരുന്നെങ്കിൽ, തുടർന്ന് വന്നപ്പോ ഇന്ത്യ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി നവലിബറൽ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി നമ്മുടെ സാമ്പത്തിക പരമാധികാരം ഉൾപ്പെടെ അടിയറ വെക്കുന്ന തരത്തിലേക്ക്, കോംപ്രമൈസ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ ഭരണാധികാരികൾ അന്തർദേശീയ കരാറുകളുടെ ഭാഗമായി സോവറിനിറ്റിയിൽ അല്ലെങ്കിൽ പരമാധികാരത്തിൽ വെള്ളം ചേർത്തു. ഏറ്റവും അവസാനം വന്ന ആസിയൻ കരാർ നോക്കിയേ. ആസിയൻ കരാറിന്റെ ഭാഗമായി നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം, ഇവിടേക്ക് എത്ര സാധനം എങ്ങനെ ഇറക്കുമതി ചെയ്യണം, എത്ര ടാക്സ് ഇമ്പോസ് ചെയ്യണം എന്ന സാമ്പത്തിക പരമാധികാരം ഇന്ത്യക്കായിരുന്നെങ്കിൽ അത് ഈ കരാറുകൾ ഉൾപ്പെട്ടതിന്റെ ഭാഗമായി വി ആർ കൺസ്ട്രെയിൻ ടു ഒബേ സം ഓഫ് ദി മോഡാലിറ്റീസ് ഇമ്പോസ്ഡ് ബൈ ദി അതർ കൺട്രീസ്. ആ തരത്തിലേക്ക് വന്നു. ഇനി മൻമോഹൻ സിംഗിന്റെ കാലത്ത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി നമുക്ക് നമ്മുടെ ഹെൽത്ത് സെക്ടറിലേക്ക്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് ആർ സർവീസ് സെക്ടേഴ്സ് ആണ്, ആ സേവന മേഖലകളിലേക്ക് അധികം പൈസ മാറ്റിവെക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള അടിയറ വെക്കലുകൾ നമ്മുടെ വികസന മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ നമ്മുടെ പ്രയോറിറ്റി ഡിസൈൻ ചെയ്യുന്ന മേഖലകളിലൊക്കെ ഏത് തരത്തിൽ ഇടപെടണം എന്ന നമ്മുടെ പരമാധികാരത്തെ അടിയറ വെക്കുന്ന തരത്തിലേക്കുള്ള നയമാറ്റം ഗവൺമെന്റ് എടുത്തതിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടന പറയുന്ന സോവറിനിറ്റി, പരമാധികാരം എന്ന സങ്കല്പത്തിൽ വെള്ളം ചേർക്കുന്നു. തീർച്ചയായും അത് മറ്റ് സാമ്രാജ്യത്വ ശക്തികൾക്ക് അവരുടെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് അടിയറ വെക്കുന്ന ഘട്ടത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ദെൻ സോവറിനിറ്റി ഞാനവിടെ നിർത്തുന്നു. ഫർദർ ഡിസ്കഷനിൽ കുറച്ചുകൂടി നമുക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് ഇനിയും കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. ദെൻ നെക്സ്റ്റ് വണ്ണിലേക്ക് വന്നാൽ, അപ്പം നമ്മൾ പറയുന്ന പരമാധികാര സോഷ്യലിസ്റ്റ്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വം. എന്താ സോഷ്യലിസം, സ്ഥിതി സമത്വം? അതായത് സോഷ്യലിസം അല്ലെങ്കിൽ സ്ഥിതി സമത്വം എന്ന് എന്നത് വളരെ ഇതായിട്ട് വിശദീകരിക്കുന്നില്ല. അവസര സമത്വത്തിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ അവസര സമത്വത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിലോ സമൂഹത്തിന്റെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ വളരെ കൃത്യമായി ബോധപൂർവമായ ഇടപെടലിലൂടെ അവരെ മുന്നോട്ട് നയിക്കണം. അങ്ങനെ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഊർജ്ജസ്വലമായ, ഉത്തേജകമായിട്ടുള്ള ഇടപെടൽ, വികസന പ്രക്രിയയിലെ പങ്കാളിത്തം നൽകിയാൽ മാത്രമേ അവരെ ബോധപൂർവമായി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ആ തരത്തിലേക്കുള്ള നയസമീപനങ്ങളായിരുന്നു ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിലെ സർക്കാരുകൾ, ഗവൺമെന്റുകൾ സ്വീകരിച്ചെങ്കിൽ ഇപ്പൊ നയം മാറുന്ന സർക്കാരിന്റെ ഭാഗമായി ഇവിടെ ഈ സാമ്പത്തികമായി സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ബോധപൂർവമായി മുന്നോട്ടം കൊണ്ടുവരുന്നതിനുള്ള നിയമമോ അല്ലെങ്കിൽ സാമ്പത്തികമോ സാമൂഹ്യമായിട്ടുള്ള ഇടപെടലോ അല്ല ഈ സർക്കാർ സ്വീകരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പെട്ടെന്ന് ആകാവുന്ന ഒരു കാര്യം നമ്മുടെ വികസന രീതിയെ സംബന്ധിച്ച്, വികസന രീതിയെ സംബന്ധിച്ച്, ആ വികസനത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു കാഴ്ചപ്പാടെടുക്കുമ്പോ
അല്ലെങ്കിൽ നിയമത്തെ സംബന്ധിച്ച് ഇപ്പോ ആർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്? ഈ ഏറ്റവും ഏറ്റവും പ്രാന്തവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ ഉന്നമനത്തിനുള്ള ഇടപെടൽ വേണ്ട രീതിയിൽ നടക്കുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇനിക്വാളിറ്റി. ഇപ്പോ ഒരു 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 എന്താ ഒരു സോഷ്യലിസ്റ്റ് അപ്രോച്ചിലുള്ള വികസന നയമാണ് കൈക്കൊള്ളുന്നതെങ്കിൽ അവിടെ ഈക്വാളിറ്റി അല്ല, എന്നാൽ തുല്യ വിതരണം, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല നടക്കേണ്ടത്, മറിച്ച് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് നടക്കേണ്ടത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്റെ കയ്യിൽ 5 വിരലുകൾ ഇതുപോലെയാണ് ഇന്ത്യൻ സമൂഹം. മീൻസ് ഹെക്ട്രോജീനിയസ് കമ്മ്യൂണിറ്റിയാണ്. വിവിധ സാമ്പത്തികവും സാമൂഹ്യമായ തലത്തിലുള്ള വിവിധ തലങ്ങളിൽ നിൽക്കുന്നവരാണ് ഈ ഇന്ത്യയിലെ ആളുകൾ എന്നിങ്ങനെ വിചാരിക്കുക. അതിൽ ഒരാളെ ഏറ്റവും നല്ല വലിപ്പമുള്ള ആള്, അയാൾക്ക് വികസന രംഗത്ത് അയാളെ പ്രതിനിധീകരിക്കേണ്ടെന്നല്ല പറയുന്നത്, മറിച്ച് ഈ താഴെ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ഈ തുല്യതയിലേക്ക് കൊണ്ടുവരണം, സ്ഥിതിസമത്വത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഈ താഴെ നിൽക്കുന്ന ആൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം, അതിന് താഴെ നിൽക്കുന്നവർക്ക് ലേശം കൂടെ കൂടുതൽ കൊടുക്കണം, അതിനേക്കാൾ ചെറിയ ആൾക്ക് കുറച്ചധികം കൊടുക്കണം. ആ തരത്തിലേക്കുള്ള വിതരണം, അതായത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, തുല്യ വിതരണമല്ല, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് നടക്കുന്നത്. പക്ഷേ നിലവിലുള്ള സാമ്പത്തിക ക്രമം അനുസരിച്ച് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ അല്ല നടപ്പിലാക്കുന്നത്. ഇന്ത്യയിലെ ഇപ്പോ ടാക്സിനെ സംബന്ധിച്ച് നോക്കൂ, ഒരു പ്രധാന ഉദാഹരണം തന്നെ, ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരൊറ്റ നികുതി. മുമ്പാണെങ്കിലോ നമുക്ക് പറയാം പ്രോഗ്രസീവ് ടാക്സ് ആണ് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ GST വന്നതിന്റെ ഭാഗമായി എല്ലാവരും ഒരുപോലെ നികുതി കൊടുക്കേണ്ട അവസ്ഥ. നിങ്ങൾ എല്ലാവരും തുല്യരായി കാണുന്നു. സർക്കാർ കൊണ്ടുവന്ന എങ്ങനെയാ തുല്യ നികുതി, ഞാൻ പോയാലും നിങ്ങൾ പോയാലും മറ്റൊരാൾ പോയാലും നികുതി കൊടുക്കേണ്ടിയിരിക്കുന്നു. മുമ്പാണെങ്കിലോ നല്ല വരുമാനം ഉള്ളവൻ നികുതി കൊടുത്താൽ മതി, അതിനേക്കാൾ ലേശമുള്ള ആളെങ്കിൽ അത്ര നികുതി കൊടുത്താൽ മതി, ഒരു നിവൃത്തിയില്ലാത്തവനാണെങ്കിൽ ആ നികുതി എക്സംപ്റ്റഡ് ആയിരുന്നു. അപ്പോ ആ തരത്തിലുള്ള നികുതി സംവിധാനത്തെ പാടെ പൊളിച്ച് നിങ്ങൾ ഉണ്ടോ ഇല്ലയോ ഈക്വൽ തുല്യ നികുതി, ഒരാൾക്ക് ഇവിടുത്തെ മനുഷ്യരുടെ സാമൂഹ്യ അവസ്ഥയോ സാമ്പത്തിക അവസ്ഥയോ ഒന്നും ബാധകമല്ലാതെ തുല്യ നികുതി, ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി കഴിയും. ഇപ്പോ ഫോർ എക്സാമ്പിൾ തൊഴിൽ നിയമങ്ങൾ നോക്കുമ്പോൾ മുമ്പാണെങ്കിൽ മാക്സിമം ബെനിഫിറ്റ് ദി മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ എന്നായിരുന്നു ഒരു നിയമത്തെ. നിങ്ങൾ ബന്ധാമി പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒരു നിയമം കൊണ്ടുവരുമ്പോ ഫോർ എക്സാമ്പിൾ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്, തൊഴിലിടങ്ങളിൽ തൊഴിലിന്റെ ഭാഗമായി ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഒരു തൊഴിലാളിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ അവിടുത്തെ മുതലാളി ബാധ്യസ്ഥനാകണം. തൊഴിലാളികൾ എണ്ണം കൂടുതൽ, മുതലാളിയുടെ എണ്ണം കുറവ്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആയിട്ടുള്ള കുറേ തൊഴിലാളികൾക്ക് മാക്സിമം ആളുകൾക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടും. പക്ഷെ അവിടെ ഒരു പെയിൻ ഉണ്ട്. എന്താണ്? മിനിമം ആയിട്ടുള്ള മുതലാളിമാർക്ക് പെയിൻ ഉണ്ടാവും. അപ്പൊ ആ കുറച്ചാളുകളുടെ പെയിൻ ഉണ്ടാവുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നു എന്ന തരത്തിലുള്ള സോഷ്യലിസ്റ്റിക് കൺസെപ്റ്റിന്റെ ഭാഗമായിട്ടായിരുന്നു മാക്സിമം ബെനിഫിറ്റ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. അതിന്റെ ഭാഗമായി തൊഴിലാളികളെ മുൻനിർത്തിയുള്ള തൊഴിൽ സംരക്ഷണ നിയമങ്ങൾ. ആ നിയമം ഇപ്പൊ എന്താക്കി? തൊഴിലാളികളെ അല്ല, മറിച്ച് തൊഴിൽദായകരെ, മുതലാളിയെ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളെ, തൊഴിൽദായകരെ സംരക്ഷിക്കുക. ദേ ആർ ഫ്യൂ നമ്പർ, വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. അവരെ സംരക്ഷിക്കുന്ന തലത്തിലേക്കുള്ള നയം മാറ്റം എന്ന് പറഞ്ഞാൽ അത് സ്ഥിതി സമത്വത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇനി ഇതെവിടുത്തെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാലും ശരി, സാമ്പത്തികമായ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചാലും ദരിദ്രൻ കൂടുതൽ ദരിദ്രനായിക്കൊണ്ടിരിക്കുന്നു, കാശുള്ളവൻ കൂടുതൽ കാശുള്ളവനായിരിക്കുന്നു, ശതകോടീശ്വരന്മാരുടെ എണ്ണം കൂടുന്നു. അറ്റ് ദി സെയിം ടൈം ഇപ്പൊ പോവർട്ടി ലൈൻ ഇങ്ങനെ താഴോട്ട് വരച്ച് 57 രൂപ ഒരു ദിവസം വരുമാനമുള്ളവൻ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. 57 രൂപ കൊണ്ട് എന്താണെന്നുള്ളത് നമുക്കറിയാലോ. 57 രൂപ വരുമാനമുള്ളവൻ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ് എന്ന തരത്തിലേക്ക് മാറ്റി വരച്ചുകൊണ്ട് കണക്കുകളിൽ കബളിപ്പിക്കപ്പെടലാണ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പൊതുവിൽ നാം പരിശോധിച്ചാൽ നിയമ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, സാമൂഹ്യ സുരക്ഷിതത്വ മേഖലയിൽ ഒക്കെ തന്നെ സ്ഥിതി സമത്വം എന്ന ദീർഘദൂര കാഴ്ചപ്പാട്, സ്ഥിതി സമത്വത്തിലേക്ക് എത്തിക്കണം. താഴെ കിടക്കുന്ന സാമൂഹിക സാമ്പത്തികവുമായി പ്രാന്തവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ തുല്യതയിലേക്ക്,
പൊതുധാരത്തിലേക്ക് എത്തിക്കണം എന്ന തരത്തിലുള്ള ഇടപെടലുകളല്ല ഭരണപരമായിട്ടുള്ള നടപടിക്രമങ്ങളും നിയമപരമായ നടപടിക്രമങ്ങളുടെയും ഭാഗമായി നമ്മുടെ ഭരണകൂടം അനുവർത്തിച്ചു വരുന്നത്. അപ്പോ രണ്ടാമത്തെ പോയിന്റ് നിർത്തി. ദെൻ അപ്പോ നമ്മൾ പറഞ്ഞത് പരമാധികാരം, സ്ഥിതി സമത്വം. ഓക്കെ, ദെൻ അടുത്ത മതനിരപേക്ഷതയിലേക്ക് പോകുന്നു. ഞാൻ നിങ്ങളോട് ഒട്ടും വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ എന്നെക്കാൾ കൂടുതൽ ഇന്ത്യൻ ഭരണഘടനയുടെ സെക്യുലറിസത്തെ കുറിച്ച് പ്രസംഗിക്കുന്നവരാണ്. വളരെ നമ്മൾ എപ്പോഴും പറയും ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഓണറിങ് ഇന്ത്യയുടെ മതനിരപേക്ഷത എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള മതനിരപേക്ഷതയാണ്. ഭയങ്കര വലിയൊരു കൺസെപ്റ്റ് ആണ് അത്. പക്ഷെ അതെവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവാചകത്തിൽ സെക്യുലറിസം സബ്സിക്വന്റ്ലി ഇൻസേർട്ടഡ് ആണ്. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോയില്ല. എങ്കിൽ പോലും ആ മതനിരപേക്ഷത എന്നത് എവിടെയും വിശദീകരിച്ചില്ലെങ്കിൽ പോലും അതെന്താണ് എന്ന് എംബഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾച്ചേർന്നിരിക്കുന്നതും നമ്മുടെ സമൂഹത്തിലടക്കം അതിനെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വലിയൊരു കാഴ്ചപ്പാടാണ് മതനിരപേക്ഷത എന്നുള്ളത്. ആ മതനിരപേക്ഷത ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ പ്രത്യേകത ഒരു വളരെ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്ക് ഔദ്യോഗിക മതമില്ല. പക്ഷേ ഇന്ത്യയിലെ മനുഷ്യർക്ക് ഏത് മതത്തിലും വിശ്വസിക്കാം. അപ്പോ നമുക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെതായ ഒരു മതമില്ല, പക്ഷെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ആ മതവിശ്വാസത്തിന്റെ പേരിൽ ഒരാളോട്, ഒരു പൗരനോടോ ഒരു സംവിധാനത്തോടോ പ്രത്യേക മമതയോ വിദ്വേഷമോ ഇല്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത രാജ്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതാധിഷ്ഠിത രാജ്യങ്ങളും മതനിരപേക്ഷ രാജ്യങ്ങളും ഉണ്ട്. ഇന്ത്യയുടെ മതനിരപേക്ഷ രാജ്യത്തിനായ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രത്യേകം നിങ്ങൾക്ക് മതമായിക്കോളൂ, നിങ്ങൾ എന്ത് മതത്തെയും സ്വീകരിച്ചോളൂ, പക്ഷേ രാജ്യത്തിനൊരു മതമില്ല. നിങ്ങൾക്ക് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും നിങ്ങളായി കാണും, വ്യക്തിയായി കാണും. യാതൊരു തരത്തിലുള്ള മമതയോ പ്രത്യേകതയോ ഇല്ല എന്നതാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ. പക്ഷേ നിലവിലുള്ള അവസ്ഥയിൽ ഇന്ത്യൻ മതേതരത്വം എത്ര കണ്ട് ഭീഷണി നേരിടുന്നു എന്നത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഏറ്റവും അവസാനം വന്ന പൗരത്വ നിയമം ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനം, ഞാൻ ഇന്ത്യൻ പൗരനാണ് എന്ന് പറയുന്ന ഈ രാജ്യത്തിലെ പൗരത്വം എന്ന ആ ഒരു ആശയത്തെ പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിഫൈൻ ചെയ്യുന്ന തരത്തിലേക്ക് പൗരത്വ നിയമം കൊണ്ടുവന്നു. ചില വിഭാഗങ്ങളിലുള്ള ചില സ്ഥലത്ത് താമസിക്കുന്ന ചില വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കാം. അപ്പോ ഒരു മനുഷ്യൻ ഒരു വ്യക്തിക്ക് പൗരത്വം നൽകുന്നതിലടക്കം മതത്തെ കാണുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ മതേതരത്വത്തെ അങ്ങേയറ്റം വികലമാക്കിക്കൊണ്ടേയിരിക്കുന്നു. മതത്തിന്റെ പേരുള്ള ഇതിനെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു വിശദീകരണത്തിന്റെ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേണമെങ്കിൽ കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി അതിനെ സംബന്ധിച്ച് നല്ല ക്ലാരിറ്റി ഉള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേണമെങ്കിൽ പിന്നീട് വിശദീകരിക്കാം എന്നതാണ് മതേതരത്വത്തെ സംബന്ധിച്ച് പറയുന്നത്. കാരണം ഇന്ത്യൻ സെക്യുലറിസം അണ്ടർ ത്രെട്ട് എന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന പുരോഗമന താല്പര്യമുള്ള ഒരാളെ പോലും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നു. ആരാധനാലയം 92 മതേതരത്വത്തിന്റെ, നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്, കേവലം ബാബറി മസ്ജിദിന്റെ മിനാരങ്ങള് തകർക്കുമ്പോ അവിടെ ഇന്ത്യൻ മതേതരത്തിന്റെ മകുട ഉദാഹരണമാണ് തകർന്നടിഞ്ഞു വീണത്. അപ്പോ അവിടെ നിന്ന് തുടങ്ങി എന്ന് പറയാൻ കഴിയില്ല, അതിനു മുന്നേ തുടങ്ങി അവിടെ ഒരു ഘട്ടത്തിലെത്തി. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആരാധനയെ കുറിച്ച്, ആരാധനാലയങ്ങളെ കുറിച്ച്, ഭക്ഷണത്തെ കുറിച്ച്, വസ്ത്രത്തെ കുറിച്ച്, മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ച്, വാക്കിനെ കുറിച്ച്, നോട്ടത്തെ കുറിച്ച് പറയുമ്പോ ഹിന്ദു അല്ലെങ്കിൽ നിങ്ങളൊക്കെ മുസ്ലിം പാകിസ്ഥാനിലേക്ക് എന്ന് പോകുന്ന ആളുകളുണ്ട്. പെരുമാൾ മുരുകനോട് വാക്ക് വേണോ കഴുത്ത് വേണോ എന്നൊരു ചോദിച്ച രാജ്യത്താണ് നാം നിൽക്കുന്നത്. ഞാനത് ഉത്കണ്ഠകാര്യവും ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ അവസ്ഥ. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയാം. നമുക്ക് മണിക്കൂറുകൾ പ്രസംഗിക്കാനുള്ള, മണിക്കൂറുകൾ പറയാനുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ത്യൻ സെക്യുലറിസം എന്ന കാര്യത്തിൽ നിങ്ങൾ എന്നോട് യോജിക്കും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനാധിപത്യത്തെ കുറിച്ച്
നമുക്ക് ഇന്ത്യൻ ഡെമോക്രസി, വാട്ട് ഇസ് ഡെമോക്രസി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയുടെ ജനാധിപത്യത്തെ കുറിച്ച്, ഇന്ത്യയുടെ എന്നല്ല പൊതുവിൽ ജനാധിപത്യം എന്നത് നമ്മളെപ്പോഴും പറയുന്ന പോലെ എന്താണ്, നമ്മൾ ഡെഫിനിഷൻ പറയുമല്ലോ, എന്താണ് ഡെമോക്രസി ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നൊക്കെ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രായപൂർത്തി വോട്ടവകാശം, അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ നമ്മുടെ ഭരണാധികാരികളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു എന്ന തരത്തിലുള്ള ആണ് ഒരുപക്ഷെ ജനാധിപത്യത്തെ വളരെ ചുരുക്കി ചുരുക്കി കണ്ടിട്ടുള്ളതെങ്കിൽ അങ്ങനെയല്ല. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വിശാല അടിസ്ഥാനത്തിലേക്ക് എനിക്ക് തോന്നുന്നു അമർത്യ സെൻ പറയുന്നത് ജനാധിപത്യം എന്നാൽ സ്വാതന്ത്ര്യം എന്നാണ്. എന്താണ്, വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യം. നിങ്ങളോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അല്ല, അഭിപ്രായ വ്യത്യാസങ്ങളെ ഉള്ളോട് കൂടി ഉൾച്ചേർക്കുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇൻക്ലൂസീവ്നെസ് ആണ്, പരമാവധി ആളുകളെ ഉൾക്കൊള്ളലാണ്. അല്ലാതെ ഈ അഭിപ്രായ താല്പര്യമില്ലാത്തവരെ തലവെട്ടിക്കളയുന്നതല്ല ഇന്ത്യൻ ജനാധിപത്യം. ഇൻക്ലൂസീവ്നെസ് ആണ്, പരമാവധി ആളുകളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ജനാധിപത്യം. ഏറ്റവും മനോഹരമായിട്ടുള്ള, ഞാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു ഫോർ എക്സാമ്പിൾ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ ഭൂരിപക്ഷം ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരു 30 പേരുണ്ടെന്ന് വെച്ചോ. നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നു, 30 പേരുണ്ട്, നമ്മള് എന്താണ് നമ്മൾ പറയുന്നത്, വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് ദി സെഷൻ ബൈ 9 o'clock. അപ്പൊ നിങ്ങള് പിന്നെ 30 പേരില് 25 പേരും പറയുന്നു ഓക്കെ വി ആർ റെഡി. ദ റെസ്റ്റ് ഓഫ് ബാക്കി 5 പേര് പറയുന്നു വി ഹാവ് ടു കൺക്ലൂഡ് ഇറ്റ് ബൈ 8:45. ഇങ്ങനെ പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി ഭൂരിപക്ഷ ന്യൂനപക്ഷ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ വി ഷുഡ് ബി വിത്ത് ദറ്റ് ഈ പറയുന്ന 25 പേരോടൊപ്പം നിൽക്കണം. പക്ഷേ അത് മനോഹരമായ ജനാധിപത്യമല്ല. കുറച്ചുകൂടി മനോഹരമായ ജനാധിപത്യമാണെങ്കിൽ അവിടെയും ഒരു വിട്ടുവീഴ്ച നടത്തി ഒരു ഡയലോഗിലൂടെ ബാക്കി നിൽക്കുന്ന 5 ആളുകളെ കൂടെ ഒന്നും കൂടെ വർത്താനം പറഞ്ഞ് ഒരു കാര്യമുണ്ട്, 9 നിൽക്കുന്നു, 8:45 നിൽക്കുന്നു, ഇൻ ബിറ്റ്വീൻ ദാറ്റ് നമുക്കൊരു 8:50 നിർത്താം. ഞാനൊരു ഉദാഹരണം പറയുന്ന 8:50 നിർത്താം. അതായത് ഇതിന് രണ്ടിനും ഒരു മീഡിയ, ഒരു ഡയലോഗിലൂടെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി ഒരു തീരുമാനത്തിലേക്ക് എത്താമെങ്കിൽ അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ജനാധിപത്യം. ആ മനോഹരമായിട്ടുള്ള ജനാധിപത്യത്തെ ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ആ മനോഹരമായിട്ടുള്ള ജനാധിപത്യത്തെ തകർത്തു ഇൻ എവരി സെൻസ്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വേദികളുണ്ടോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവരോട് അടിച്ചോടിക്കുകയാണ്. ഇനി ഒന്നും വേണ്ട, ഇത് കേൾക്കാനുള്ള ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളാനും കേൾക്കാനുമുള്ള മനസ്സെത്ര ഇന്ത്യയിലെ ഇന്ത്യക്ക് എത്ര മനസ്സുണ്ടാക്കാൻ. ഈവൻ ഓർഗനൈസേഷൻ ആയാലും ശരി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നുള്ള സംഘടനയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോ ആ അഭിപ്രായ വ്യത്യാസങ്ങളോട് ഉൾക്കൊണ്ടുകൊണ്ട് എന്താ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ അഭിപ്രായ വ്യത്യാസങ്ങളും കൂടെ സമാഹരിച്ച് അതിൽ നിന്നുള്ള നല്ല അംശങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്നെങ്കിൽ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ. അത് രാഷ്ട്രീയ പാർട്ടികളായാലും ശരി, സംഘടനകളായാലും ശരി, രാഷ്ട്രമായാലും അങ്ങനെ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ സ്വഭാവം കുടുംബത്തിനകത്ത്, സമൂഹത്തിനകത്ത്, സംവിധാനങ്ങൾക്കകത്ത്, സംഘടനകൾക്കകത്ത്, രാജ്യത്തിനകത്ത്, ഇത് എന്താ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അത് ഒരു സാധനങ്ങളല്ല, ഇങ്ങനെ എടുത്തു വെക്കാനുള്ളതല്ല. ദീസ് വാല്യൂസ് ആർ ടു ബി ഫോളോഡ്. ഭരണഘടനയുടെ ആ മൂല്യങ്ങൾ നമ്മൾ എന്താണ് അത് ഫലവത്താക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ്. അതിങ്ങനെ നിരന്തരം ഉൾക്കൊള്ളുന്ന ജീവിത രീതിയിലടക്കം ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ പൗരന്മാരായി മാറുന്നത്. ഇവിടെ ഭരണകൂടം അത് എത്ര കണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് കടക്കാം. ഈ ഡെമോക്രസിയെ സംബന്ധിച്ച് ഞാൻ കുറച്ച് നീണ്ടുപോയി തോന്നുന്നു. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഈ ഇന്ത്യയിലെ എന്താണ് ഇന്ത്യൻ പാർലമെന്റില് പാസ്സാക്കുന്ന നിയമങ്ങളെ കുറിച്ച് തന്നെ നിങ്ങൾ നോക്കൂ. കോർപ്പറേറ്റുകൾക്ക് താല്പര്യമുള്ള നിയമങ്ങൾ ബുൾഡോസ് ചെയ്യപ്പെടുകയാണ്. അതിന്റെ കണക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. 2023
2014 മുതൽ 2021 വരെയുള്ള 2014 മുതൽ 2021 വരെയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 82% നിയമങ്ങളും ഡിസ്കഷൻ കൂടാതെ പാസ്സാക്കപ്പെട്ടവയാണ് എന്ന് കണക്കുകൾ പറയുന്നു. അതിനുശേഷമുള്ള കണക്ക് ഇപ്പൊ നമുക്ക് കണക്കുകൾ പോലും അവൈലബിൾ അല്ല. ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെ ഈ ഒരു ഡയലോഗിന് വേണ്ടി ഒരു സംസാരത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. മുമ്പ് നമുക്ക് ഇന്റർനെറ്റിലൂടെ കിട്ടാവുന്ന ഡേറ്റ ഒന്നും തന്നെ ഇപ്പൊ കിട്ടുന്നില്ല. എന്നുവെച്ചാൽ അപ്രാപ്യ മീൻസ് എന്താണ് അപ്രസക്തമാണ്, മീൻസ് താല്പര്യമില്ലാത്ത, എന്നുവെച്ചാൽ താല്പര്യമില്ലാത്ത ഡേറ്റ ഒക്കെ തന്നെ സർക്കാർ ഇങ്ങനെ മാറ്റിക്കൊണ്ട് അതിന്റെ ആക്സസിബിലിറ്റി ഡിനേ ചെയ്തിരിക്കുകയാണ്, നമുക്ക് ഇല്ലാതാക്കിയിരിക്കുക. അതൊന്ന് ആലോചിച്ച് നോക്കി, അതൊരു ജനാധിപത്യമല്ലേ? അറിയാനുള്ള അവകാശവും പ്രതികരിക്കാനുള്ള അവകാശവും അഭിപ്രായം പറയാനുള്ള അവകാശവും ഒക്കെ ജനാധിപത്യ അവകാശത്തിന്റെ ഭാഗമാണ്. ആ ഡേറ്റ നമുക്ക് ആ സ്ഥിതിവിവര കണക്കുകൾ അറിയുകയും പ്രതികരിക്കുകയും ചെയ്യാനുള്ള ജനാധിപത്യ അവകാശം പോലും ഇല്ലാതായിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ പാർലമെന്റിൽ നിയമങ്ങൾ ബുൾഡോസ് ചെയ്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നിയമങ്ങൾ കൊണ്ടുവരുമ്പോ ഒരു നിയമം പാസ്സാക്കുന്നതിനെ സംബന്ധിച്ച് ലോ സ്റ്റുഡൻസ് എന്നുള്ളവർക്ക് നിങ്ങൾക്കറിയാം എന്താണ് ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ് എന്നൊക്കെ അറിയാം. ഒരു നിയമം കൊണ്ടുവരുമ്പോ ആദ്യം കൺസേൺഡ് മിനിസ്റ്റർ പൈലറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കർഷക നിയമത്തെ സംബന്ധിച്ച് ഇപ്പോ കർഷക നിയമങ്ങളാണല്ലോ ഒരു പ്രസക്തമുള്ളത്. അപ്പൊ ആ കർഷക നിയമത്തെ സംബന്ധിച്ച് ബന്ധപ്പെട്ട മന്ത്രി പാർലമെന്റിൽ പൈലറ്റ് ചെയ്യും. ആ പൈലറ്റ് ചെയ്ത് പ്രിലിമിനറി ഡിസ്കഷൻ കഴിഞ്ഞത്, അതൊക്കെ നമുക്കറിയാവുന്ന പോലെ ഇതൊന്നും ജനപ്രതിനിധികൾ ചേർന്നിരുന്നല്ലല്ലോ ഉണ്ടാക്കുന്നത്. ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമായി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കൈ കൊടുക്കുന്നത് പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ കൺസേൺഡ് സെഷനിൽ മന്ത്രി പൈലറ്റ് ചെയ്യും. മന്ത്രി പൈലറ്റ് ചെയ്ത പ്രിലിമിനറി ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഇവിടേക്ക് വിടും. ഇത് സബ്ജക്ട് കമ്മിറ്റിക്ക്, അതുപോലെ തന്നെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക്, അല്ലെങ്കിൽ അത്തരം കമ്മിറ്റികൾക്ക് വിടും. ഈ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ കേവലം ന്യൂനപക്ഷ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഏതെല്ലാം കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആളുകൾ ആ പാർലമെന്റിൽ ഉണ്ടോ അവരുടെ എല്ലാം പ്രതിനിധികൾ ഈ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാവും. ആ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതിനെ കൂലങ്കഷമായി പരിശോധിക്കും. ഇത് മുമ്പ് ഇങ്ങനെ നിയമം ഉണ്ടായിരുന്നു, ആ നിയമത്തിൽ നിന്ന് എന്താണ് ഇപ്പോ പരിഷ്കരിക്കപ്പെടേണ്ടത്, ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളിൽ നിലനിന്നുള്ള നിയമം എങ്ങനെയാണ്, ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഇത് ഭരണഘടന അനുസൃതമാണോ, ഇതിന്റെ ഭാഗമായി ആർക്കൊക്കെ ദോഷം ഉണ്ടാവും, ആർക്കൊക്കെ ഗുണം ഉണ്ടാവും, ഇതിലേതൊക്കെ മെച്ചപ്പെടുത്തുന്ന വളരെ സമഗ്രമായിട്ടുള്ള നിയമത്തെ സംബന്ധിച്ചുള്ള ചർച്ച പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാവും. ആ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഹിയറിംഗ് നടത്താം. എങ്ങനെ? വിഷയാധിഷ്ഠിതമായി. അത് അക്കാദമിക്സിന്റെ കൃഷിയാണെങ്കിൽ കാർഷിക വിദഗ്ധരോട് സംസാരിക്കാം, കൃഷിക്കാരോട് സംസാരിക്കാം, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കാം, കൃഷിയുമായി ബന്ധപ്പെട്ട സംഘടനകളോട് സംസാരിക്കാം, വേൾഡ് ഫേമസ് ആയിട്ടുള്ള കാർഷിക മേഖലയിലെ ഗവേഷണ സ്ഥാപനങ്ങളിലെ ആളുകളുമായി. ഞാൻ പറഞ്ഞത്, ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ബ്യൂറോക്രസി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ആളുകൾ ഉണ്ടാക്കിയ നിയമം പാർലമെന്റിൽ പൈലറ്റ് ചെയ്ത ശേഷം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അല്ലെങ്കിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ വിഷയ സംഹിതയുടെ പരിഗണനയ്ക്ക് വന്ന ശേഷം അവരത് കൂലങ്കഷമായി ചർച്ച ചെയ്യുന്നു. ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരുമായിട്ടും ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഒരു നിയമം വളരെ കൃത്യമായിട്ട് അതിനെ റിഫൈൻഡ് ആക്കുന്നു. അങ്ങേയറ്റം കുറ്റമല്ല, അത് ഒരു പാളിച്ചയും ഇല്ലാത്ത തരത്തിലേക്ക് പരമാവധി കുറ്റമറ്റതാക്കുന്നു. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാർലമെന്റിനകത്ത് അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്ത് ഇവരെല്ലാം തല്ലുണ്ടാക്കും, ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നെങ്കിലും ഈ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ ഇവരെല്ലാം അവർക്ക് വേറെ അതിന്റെ അപ്പുറത്തേക്കുള്ള ലക്ഷ്യങ്ങൾക്ക് അപ്പുറമായി അവരുടെ വർഗ താല്പര്യങ്ങൾ ഉണ്ടാവുമെങ്കിലും പരമാവധി മനുഷ്യന് അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസന്, ഇന്ത്യയിലെ പൗരന്മാർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിയമം എങ്ങനെയാക്കാം എന്ന ചിന്തയിൽ കേവലം അടികൂടലല്ല, അവിടെ ഏറ്റവും അർത്ഥവത്തായ ചർച്ച നടത്തി ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള നിയമം വീണ്ടും പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, വോട്ടിനിടുന്നു, പാസ്സാക്കുന്നു. ഇതാണ് ഒരു പാർലമെന്റ് നിയമം പാസ്സാക്കുന്ന സംവിധാനം നിലനിൽക്കുന്നത്. പക്ഷേ
ഈ 2014 ശേഷം 21 വരെയുള്ള കാലയളവിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കൊണ്ടുവന്ന 85% നിയമങ്ങളും പാർലമെന്റിലേക്ക് ബുൾഡോസ് ചെയ്യുന്നു. അത് പാർലമെന്ററി തരത്തിലുള്ള കമ്മിറ്റികൾക്ക് വിടുന്നില്ല. ഏറ്റവും അവസാനം ഒരു രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന 370A നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെയാണ്. ഭരണഘടനയുടെ ഒരു വകുപ്പ്, ഒരു അനുച്ഛേദം, ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35, അതായത് JNKയുടെ, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഒരു സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവിയെ സംബന്ധിച്ചുള്ള ഏറ്റവും സമഗ്രമായ ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ ഒരു ഭാഗത്തെ ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവന്നത് ഏത് സമയത്തായിരുന്നു നമുക്കറിയാം. എങ്ങനെയാ? അത് ഓഗസ്റ്റ് 6, 2019 ഓഗസ്റ്റ് 6 അന്ന് പാർലമെന്റിൽ ഉണ്ടായിരുന്ന എളമരം കരീം സാഹിബിനോട് ഞാൻ ചോദിച്ചതാ. 8 മണി വരെയും ആർക്കും അറിയില്ല എന്താണെന്ന്. ഒരു നിയമം കൊണ്ടുവന്നാൽ അതെന്താണെന്ന് മര്യാദയ്ക്ക് വായിച്ചു നോക്കി അതിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളവരും അതിനുവേണ്ടി അങ്ങോട്ട് വിട്ട ആളുകളുമാണ് ഈ പാർലമെന്റിൽ ഇരിക്കുന്നത്. 8 മണി വരെയും അവിടെ വളരെ നിഗൂഢമായിട്ടുള്ള എന്തോ സംഭവിക്കാൻ പോണു എന്ന തരത്തിൽ വളരെ സെക്യൂർ ആയിട്ട് പാർലമെന്റിനകത്തേക്ക് ഇവരെല്ലാം പ്രവേശിപ്പിച്ചു. 8 മണി കഴിഞ്ഞപ്പോഴേക്കും 9 മണിക്ക് ഇത് പൈലറ്റ് ചെയ്യുന്നു. ഉടനടി മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കിയെടുത്തു. ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഏറ്റവും മനോഹരമായ ചർച്ച ചെയ്യാനുള്ള, വിയോജിക്കാനുള്ള, അഭിപ്രായം പറയാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ, ജനാധിപത്യ ക്രമത്തെ എവിടെ എടുത്തുകൊണ്ടുപോയി എന്ന്. എന്തുകൊണ്ടാ ഇത് ചെയ്യാത്ത? ഇപ്പോ ഞാൻ ഈ ഒരു കാര്യം പറയാം, ഇവർക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ. ഒരു ഉദാഹരണത്തിന് ഓഗസ്റ്റ് 6 ഈ നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ബന്ധപ്പെട്ട എല്ലാ ആളുകളുമായി ചർച്ച ചെയ്ത് ഇപ്പൊ 15 12 കൊണ്ടുവന്ന് വോട്ടിന് എടുത്താലും ഈ ഭൂരിപക്ഷം അവിടെ ഉണ്ടാവുമല്ലോ. അതാരും എടുത്തോണ്ട് പോവില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? ഇന്ന് നിലവിലിരിക്കുന്ന അധികാരികളെ സംബന്ധിച്ച് നിങ്ങളെ കേൾക്കാൻ തയ്യാറില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയണ്ട, നിങ്ങൾ മിണ്ടാണ്ടിരുന്നാ മതി. ജനാധിപത്യത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏകാധിപത്യ രീതിയിൽ ഞങ്ങൾ ഇവിടെ ഭരിക്കും, നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന തരത്തിലുള്ള ധാർഷ്ട്യ സമീപനമാണ് എടുക്കുന്നത്. ആ ധാർഷ്ട്യ സമീപനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൃഗീയ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ മൃഗീയ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ബുൾഡോസ് ചെയ്യപ്പെടുന്നു ഇന്ത്യൻ പാർലമെന്റിലേക്ക് നിയമം. ഏറ്റവും അവസാനം നോക്ക്, നാരി ശക്തി വന്ദൻ അധിനിയം 2023 2024 തെരഞ്ഞെടുപ്പിന് കേവലം മാസങ്ങൾക്ക് മുമ്പേ ഉള്ളപ്പോ അതുവരെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നാരി ശക്തി വന്ദൻ അധിനിയം കൊണ്ടുവന്നു, വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നു. അതിന് ഡീലിമിറ്റേഷനുമായിട്ടും സെൻസസുമായിട്ട് കൂട്ടിക്കെട്ടി. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സെൻസസ് അറിയാലോ, ഇനി നടക്കാൻ പോകുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തി ആ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടപ്പിലാക്കിയ ശേഷം ഇതേ സംവരണം തരാം എന്ന തരത്തിലേക്ക് നിയമം ഉണ്ടാക്കി. ഓക്കെ, വെച്ചു. അതിനുശേഷമോ ഈ പകുതി തെരഞ്ഞെടുപ്പ് ഇപ്പോ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ആയി. ഏപ്രിൽ മാസം 6 എനിക്ക് തോന്നുന്നു, 6 മറ്റോ പാർലമെന്റിൽ വീണ്ടും കൊണ്ടുവന്നു. എന്താ ഈ ഡീലിമിറ്റേഷൻ എടുത്തതിന്റെ മണ്ഡല പുനർനിർണയത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ജനസംഖ്യാ കണക്കെടുപ്പിനെ സംബന്ധിച്ചോ അല്ല. അവിടെ ഈ മണ്ഡല പുനർനിർണയം എങ്ങനെ നടപ്പാക്കാം? 71 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടപ്പിലാക്കി നമുക്ക് ഇത് നടപ്പിലാക്കാം എന്നത്. അവിടെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം കൂടി ഒരുമിച്ച് നിന്നതിന്റെ ഭാഗമായി അത് ഇറ്റ് വാസ് ഡിഫീറ്റഡ്. പക്ഷേ തീർച്ചയായും ഇപ്പോ നമുക്കറിയാം, തൃണമൂലിന്റെ 20 MP വെസ്റ്റ് ബംഗാളിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റ് പാർട്ടികളെ, ഇപ്പൊ DMKയുടെ സ്റ്റാൻഡും അതുപോലെ പല ആളുകളെയും പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒരു സംശയവും ഇല്ല, അടുത്ത പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിലേക്ക് വരുമ്പോ നമ്മൾ നേരത്തെ ഈ JNKയിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ പോലെ തന്നെ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ ആരെയും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾ ഇത് ചെയ്യും എന്ന ധാർഷ്ട്യ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്, ഇന്ത്യൻ ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്. അവിടെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാവി എന്താണ്? ഈ ജനാധിപത്യത്തെ സംബന്ധിച്ച് വീണ്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇലക്ട്രൽ വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ചും VVPAT സംബന്ധിച്ചൊക്കെ ഒരുപാട് ഡിസ്കഷൻ ഒക്കെ. ഞാൻ ഈ പറഞ്ഞു വന്നത്, ജനാധിപത്യം എന്നത്
ഇൻക്ലൂസീവ്നെസ് ഓഫ് ദ മാക്സിമം എന്ന അമർത്യ സെൻ പറയുന്ന പരമാവധി മനുഷ്യരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളലാണെങ്കിൽ ഇവിടെ എക്സ്ക്ലൂഷൻ ഓഫ് എന്താണ് അതർ ഒപ്പീനിയൻ, മറ്റഭിപ്രായങ്ങളെല്ലാം നിരാകരിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന കാഴ്ചയാണ്. അതാണ് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി. ഞാൻ കുറച്ചുകൂടി പോയി തോന്നുന്നു. ഞാൻ അതിലേക്ക് ലിങ്ക് ചെയ്യുന്നു. ചർച്ചയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ദെൻ ഇനി വരുന്നത് എന്താ, നമ്മൾ പറഞ്ഞ പരമാധികാരം, ഇന്ത്യ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് നമ്മൾ ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്നു. അങ്ങനെ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ എന്താണ് റിപ്പബ്ലിക്? നമുക്കറിയാം, ഒരു രാഷ്ട്ര തലവനാൽ, അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവനാൽ ഭരിക്കുന്ന, ദാറ്റ്സ് എ ഫോം ഓഫ് എന്താണ് റിപ്പബ്ലിക്കിനെ നമ്മൾ പറഞ്ഞ ഫോം ഓഫ് ഗവൺമെന്റ് where supreme power is held by the people and their elected representatives. Supreme power is held by the people and their elected representatives rather than by a monarch. ഒരു ഒരു ഏകാധിപതി അല്ലാതെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിനിധികളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണാധികാരിയുള്ള, ഒരു രാഷ്ട്ര തലവനാൽ നയിക്കപ്പെടുന്ന ഒരു എന്താണ് ഭരണ സംവിധാനമാണ് റിപ്പബ്ലിക്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ കീ ഫീച്ചേഴ്സ്, റിപ്പബ്ലിക്കിന്റെ കീ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ LLB-കാരോ ഒക്കെ അല്ലെങ്കിൽ PG LLM പഠിക്കുന്ന സമയത്തെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നൊരു സോവറൈനിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ റെപ്രസെന്റേഷൻ ഉണ്ടാവണം, ദെൻ റൂൾ ഓഫ് ലോ ഉണ്ടാവണം. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ഇവിടെ LLB-കാരായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഒക്കെ പഠിച്ചവർക്കറിയാം എന്താണ്. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവേണൻസ്. ആ ഭരണം, ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇസ് ഗൈഡഡ് ബൈ എ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ റൂൾ ഓഫ് ലോ. അല്ലാതെ ഭരണാധികാരിയുടെ ആർബിട്രറി വില്ലിനനുസരിച്ച്, സ്വയം തീരുമാനത്തിനനുസരിച്ചല്ല ഭരണം നടത്തേണ്ടത്. ബട്ട് ഓൺ ദി ബേസിസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷണലി that we are called rule of law. Rule of law ആവുമ്പോൾ that എന്താണ്, governance is guided by a constitution and not under the arbitrary will of the ruler. റൂളറുടെ ആർബിട്രറി ആയിട്ട് താല്പര്യങ്ങൾക്കനുസരിച്ചല്ല ഭരണം നടപ്പിലാക്കേണ്ടത്. നിയമാനുസൃതം നിശ്ചിത ഭരണഘടനയുടെയും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമവാഴ്ച എന്ന് നമുക്ക് പറയാം, നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യമായിരിക്കണം. അതുപോലെ തന്നെ പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനം, റെപ്രസെന്റേഷന്റെ അടിസ്ഥാനത്തിലും അതിന്റെ പരമാധികാരമുള്ള രാജ്യങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ നോക്കൂ. ഇന്ത്യൻ റിപ്പബ്ലിക്ക് എന്താണ്, ഈ റൂൾ ഓഫ് ലോയുടെ വേറെ തന്നെ ഞാൻ പറയേണ്ടിയിരിക്കുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈക്ക് പണ്ട് ജർമ്മനിയിലെ ന്യൂറംബെർഗ് ട്രയൽസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന പോലെയാണ്. ഞങ്ങൾ ആദ്യം നിയമം കൊണ്ടുവരും, ആ നിയമം കൊണ്ടുവന്നിട്ട് പിന്നെ പറയുന്നത് എന്താ, നിയമമല്ലേ അനുസരിക്കുന്നുള്ളൂ. നിയമം കൊണ്ടുവരുന്നു എന്താണ്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളുടെ, അതായത് മാക്സിമം സാമ്പത്തികവും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നിയമം ആദ്യം കൊണ്ടുവരുന്നു, നിയമമല്ലേ നടപ്പിലാക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കുത്തക കോർപ്പറേറ്റുകൾക്ക് താല്പര്യമുള്ള ആഗ്രിയറൻ ലോസ് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ ശേഷം പറയുന്നു ഞങ്ങള് നിയമമല്ലേ നടപ്പിലാക്കുന്നുള്ളൂ. ഈച്ച് ആൻഡ് എവരി എല്ലാ മേഖലകളിലും ഹിറ്റ്ലർ കൊണ്ടുവന്ന പോലുള്ള തന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി തന്റെ ത്തിന് വേണ്ടിയിട്ടുള്ള നിയമം അവരെ മാത്രം നിലനിർത്താനുള്ള നിയമം കൊണ്ടുവരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ അധ്യാപകരായിട്ട്, ജർമ്മനിയിലെ കാര്യം ഞാൻ അധ്യാപകരായിട്ട് ജൂയിഷിനെ മാത്രമേ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ മാത്രം നിയമിക്കും എന്നൊരു നിയമം കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളവരെ പുറത്താക്കുമ്പോഴത്തേക്ക് ഞാൻ നിയമമല്ലേ നടപ്പിലാക്കുള്ളൂ എന്ന് പറയുന്നു. അതിന്റെ ഭാഗമായി ഉണ്ടാവുന്നത് മൊണാർക്കിലേക്കാണ്, ഏകാധിപത്യത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു രാജ്യം, ഒരു നിയമം, ഒരു ഭരണാധികാരി, ഒരു തെരഞ്ഞെടുപ്പ് എന്ന തരത്തിലേക്ക് ജനാധിപത്യത്തെയോ അതുപോലെ റിപ്പബ്ലിക്കൻ റെപ്രസെന്റേഷനെയോ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ഭാവി കൊണ്ടുപോവുകയാണ്. ആ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി എന്നത് കേവലം ഇൻവെർട്ടഡ് കോമയിൽ ഒരു പക്ഷേ ആ ഒരു
അടയാളത്തിലേക്ക് മാത്രം, അല്ലെങ്കിൽ ആ ഒരു പറച്ചിലിന് വേണ്ടി മാത്രം നിലനിർത്തുകയും അങ്ങനെയും അധികാരം പിടിച്ചെടുക്കാവുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. പിന്നെ ഈ റിപ്പബ്ലിക്കൻ സിസ്റ്റം, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി രാഷ്ട്രത്തലവൻ നിർണയിക്കുന്ന തരത്തിലേക്ക് നിലനിർത്തുമ്പോൾ എങ്ങനെയാണ് ഈ രാഷ്ട്രത്തലവന്റെ അധികാരം കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്നത്. കാരണം ഇന്നിപ്പോ ഞാൻ കപിൽ സിബിലിന്റെ ചെറിയ ഷോർട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു റീല് കണ്ടതാണ്. കപിൽ സിബിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ തെരഞ്ഞെടുപ്പിന്റെ ഈവ് ഓഫ് ദ തെരഞ്ഞെടുപ്പിന്റെ ഒരു തെരഞ്ഞെടുപ്പ്, രാജ്യത്ത് തെരഞ്ഞെടുപ്പ്, വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പുറകിൽ ഇന്ത്യയുടെ ഫ്ലാഗ് നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, കോൺഗ്രസിന് അഗൻസ്റ്റ് ആയിട്ട് പറയുന്നത് ഒരു ഇന്ത്യൻ ഭരണാധികാരി പറയേണ്ടതല്ല, ആ കസേരയിൽ നിന്ന് പറയേണ്ടതല്ല. പക്ഷേ അദ്ദേഹം പൊതു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ യോഗത്തിൽ നിന്ന് പ്രസംഗിക്കേണ്ട കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേര ഇരുന്നു കൊണ്ട് ഫ്ലാഗ് ഉള്ള പിന്നെ ഈ ഇന്ത്യൻ ദേശീയ പതാക യുടെ പശ്ചാത്തലത്തിൽ ആ കസേരയിൽ നിന്ന് പറയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അത് പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ഒരു പക്ഷേ രാഷ്ട്രീയ എതിരാളി എടുക്കേണ്ട സമീപനം പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് എടുക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ആയി മൻ കി ബാത്തിൽ വന്ന് സംസാരിച്ചത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന പറയുന്ന വേറെ ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറിയും ഇലക്ഷൻ കമ്മീഷനെയും ഒക്കെ തന്നെ ഈ ഭരണകൂടത്തിന്റെ കേവലം സ്ഥാപിത ഉപകരണങ്ങളാക്കി മാറ്റുന്നതാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ജുഡീഷ്യറിയുടെ കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിലായാലും ശരി, അവിടേക്കും ഡിസ്കളറേഷൻ നടത്തുന്ന തരത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നേയില്ല. അപ്പോ നമ്മുടെ മൗലിക പൗരാവകാശങ്ങളെ ഒക്കെ തന്നെ തൃപ്തിപ്പെടുന്നു. മറ്റൊരു പ്രധാന കാര്യമാണ് ഫെഡറലിസം. ഫെഡറൽ നേച്ചർ എന്താണ്? ഇന്ത്യയുടെ നാനാത്വം, ഇന്ത്യയുടെ നാനാത്വത്തിലുള്ള ഏകത്വം, വിവിധ യൂണിറ്ററി ആയിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങൾ അവരുടെ തനതുകൾ, അവരുടെ തനതായിട്ടുള്ള രീതി, തനതായിട്ടുള്ള സംസ്കാരം, അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ എന്ന ഒരു മഹാ സംവിധാനം എന്നതാണ് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി നമ്മുടെ കൊണ്ടുവന്നത്, ഭരണഘടനാ നിർമ്മാതാക്കൾ കൊണ്ടുവന്നതെങ്കിൽ അതിനെയെല്ലാം അട്ടിമറിക്കുന്നു. അതിന്റെ ഓരോ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ഫെഡറൽ സ്വഭാവത്തെ, അത് ഫിനാൻഷ്യൽ ഫെഡറലിസം ആയാലും ശരി, അല്ലാത്ത തരത്തിലായാലും ശരി, കടന്നുകയറ്റം ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വിവിധ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അധികാര വിഭജനം, അധികാരത്തിന്റെ സെപ്പറേഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് 7th ഷെഡ്യൂളിലും പാർലമെന്റിന് ചെയ്യാൻ പറ്റുന്നത്, നിയമനിർമ്മാണ സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്, സമാവർത്തി പട്ടികയിലുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ എൻക്രോച്ച്മെന്റിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ടാക്സ് കളക്ഷന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ ഓരോ തരത്തിലുള്ള ഇടപെടൽ, ഫിനാൻഷ്യൽ ഫെഡറലിസം എന്നത് അങ്ങേറ്റം ചവിട്ടി മെതിക്കപ്പെട്ടേകൊണ്ടേയിരിക്കുന്ന ഒരുപാട് വർത്തമാനകാല സംഭവങ്ങളുണ്ട്. ഞാൻ വിശദീകരിക്കുന്നതേ ഇല്ല. ആ സാഹചര്യത്തിൽ അംബേദ്കർ പറഞ്ഞത്, എപ്പോഴാണോ ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തിന് അന്യമാകുന്നത്, അപ്പോൾ ഇന്ത്യ എന്ന രാജ്യം തന്നെ ഇല്ലാതാകും. എന്ന് പറഞ്ഞാൽ എന്താ? ഈ വൈവിധ്യങ്ങളെ, ഈ വൈജാത്യങ്ങളെ, ഇത് നിലനിർത്തിക്കൊണ്ടുള്ള ഇന്ത്യ ആണെങ്കിലേ ഇന്ത്യയുള്ളൂ. ആ ഫെഡറൽ സ്ട്രക്ചർ, ഫെഡറൽ നേച്ചർ പോവുകയാണെങ്കിൽ അത് അന്ന് ഇന്ത്യ തന്നെ ഇല്ലാതാവും എന്നാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഭരണഘടനയെ സംബന്ധിച്ച്, ദേശീയതയെ സംബന്ധിച്ച്, അതുപോലെ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും ആ ഭരണഘടനയിലെ ഓരോ വാചകങ്ങളും ഹൃദിസ്ഥമാക്കുക, അല്ലെങ്കിൽ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുക എന്നതല്ല, മറിച്ച് ഇതിന്റെ ഒരു അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട്, ആ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. മതനിരപേക്ഷതയെ, അല്ലെങ്കിൽ തുല്യത, അല്ലെങ്കിൽ സാഹോദര്യം, നീതി, സമത്വം അങ്ങനെയുള്ള ആ ആശയങ്ങൾക്ക് സ്വയം നിലനിൽക്കാൻ കഴിയില്ല. ഇതൊരു മതേതരത്വം. നമ്മുടെ കെ.എൻ. പണിക്കർ മാഷ് പറഞ്ഞിട്ടുണ്ട്, വർഗീയതയെ നിങ്ങൾക്ക് ജാഥ നടത്തി തോൽപ്പിക്കാൻ പറ്റും, വർഗീയതയെ നിങ്ങൾക്ക് ജാഥ നടത്തി തോൽപ്പിക്കാൻ പറ്റൂ, നിങ്ങൾക്ക് സെമിനാർ നടത്തി മതനിരപേക്ഷത കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ മാർച്ച് നടത്തിയിട്ട് മതനിരപേക്ഷതയെ നിലനിർത്താൻ പറ്റും. അപ്പൊ മതനിരപേക്ഷത എന്നത്
മതാതീതമായി മതവിശ്വാസങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ പോലും മതാതീതമായിട്ടുള്ള ജീവിതചര്യ അല്ലെങ്കിൽ പെരുമാറ്റം ഇടപെടലുകൾ നിലനിർത്തുക എന്നത് അതൊരു ബോധമാണ്. ആ മതനിരപേക്ഷത, തുല്യത, സാഹോദര്യം, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഭരണഘടന പറയുന്ന മൂല്യങ്ങളെല്ലാം തന്നെ ഒരു ആശയാടിത്തറായിട്ട് സ്വയം നിൽക്കാൻ കഴിയില്ല. അതിനെ സംരക്ഷിക്കാൻ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാവണം. ജനകീയ പോരാട്ടങ്ങൾ ഉയർന്നു വരണം. ഭരണഘടനയും അതിന്റെ മൂല്യങ്ങളെയും സംരക്ഷിക്കണമെങ്കിൽ അത് മനഃപ്പാഠമാക്കിയാൽ പോരാ, അതിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും പ്രൊപ്പഗേറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും, എന്നെക്കാൾ കൂടുതൽ അതൊക്കെ നന്നായി ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളാണ്. ആ സാഹചര്യത്തെ അങ്ങനെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ, അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, അതിനെ വളർത്തിയെടുക്കാൻ ഭരണഘടനാ മൂല്യങ്ങളുടെ ഓരോ അംശങ്ങൾ കുറച്ചുകൂടി ഇഴകേറി പരിശോധിച്ചതിന്റെ വിശാല തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതാണ് ഇന്നത്തെ ഈ ഭരണഘടനാ മൂല്യങ്ങൾ വലിയ മൂല്യച്യുതി നേരിടുന്ന അല്ലെങ്കിൽ ഭീഷണി നേരിടുന്ന കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിനേക്കാൾ കുറച്ചുകൂടി ഈ ഓരോ അംശത്തെയും, ഒരു ഭരണഘടന എന്ന് പറയുന്ന ഒരു വലിയ കടലിന്റെ ഒരു ഫ്രണ്ടിലെ ഒരു ലേശം ചുരണ്ടി ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ സമയം എടുത്തിട്ടുള്ളത്. കൂടുതൽ സമയം എടുത്തെങ്കിൽ ക്ഷമിക്കണം. ഒരു ഇന്ററാക്റ്റീവ് ഡിസ്കഷനിലേക്ക് നിങ്ങളുടെ കൂടെ അഭിപ്രായം കേൾക്കണം എന്നതാണ് എന്റെ ആഗ്രഹം. ഞാൻ നിർത്തുന്നു.